സംസ്ഥാനം കൂടി ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. അത് ഛത്തീസ്ഗഡ് ആണ്. 11 സീറ്റുകളാണല്ലോ അല്ലെ ഛത്തീസ്ഗഡിൽ. അവിടുത്തെ കണക്ക് വരുമ്പോൾ ഛത്തീസ്ഗഡിൽ ഇത്തവണയും 1 മുതൽ 4 സീറ്റുകൾ വരെ വേണമെങ്കിൽ 9 മുതൽ 11 സീറ്റുകൾ വരെയാണ്. അപ്പോൾ ഛത്തീസ്ഗഡിൽ ഒരു തിരിച്ചുവരവുള്ള സാഹചര്യം ഇന്ത്യ സഖ്യം കാണുന്നുണ്ട്. അതായത് ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരിക്കൽ കൂടി പ്രേക്ഷകരിലേക്ക് പോകുന്നു. ഛത്തീസ്ഗഡിൽ ആകെ 11 ലോക്സഭാ സീറ്റുകളുള്ള ഛത്തീസ്ഗഡിൽ ഇത്തവണ 1 മുതൽ 4 വരെ സീറ്റുകളിൽ ഇന്ത്യ സഖ്യത്തിന് വിജയിക്കുവാനുള്ള സാധ്യതയുണ്ട് എന്നാണ് എക്സിറ്റ് പോൾ ഫലം പറയുന്നത്. അതേസമയം NDAക്ക് 9 മുതൽ 11. അവിടെ മഞ്ജുഷ ഒരു പക്ഷേ ഛത്തീസ്ഗഡ് തൂത്തുവാരിയേക്കാവുന്ന സാധ്യത എന്താണ് ഒരു ഓർമ്മ. 10 സീറ്റുകൾ BJPയും 1 സീറ്റ് കോൺഗ്രസിനുമായിരുന്നു. അതിത്തവണ ചിലപ്പോൾ മുഴുവൻ സീറ്റുകളിലും ജയിക്കാം, അല്ലെങ്കിൽ ഒരു സീറ്റ് കൂടി നഷ്ടമാകും. അതായത് തിരിച്ചടി ഉണ്ടായാൽ 4 സീറ്റുകൾ പോലും നഷ്ടപ്പെട്ടേക്കാം എന്നുള്ളതാണ് നമ്മുടെ സർവേ ഫലത്തിലൂടെ വ്യക്തമാകുന്നത്. നേരിയ ഒരു മെച്ചമുണ്ടാക്കാനായിട്ട് ഇന്ത്യ സഖ്യത്തിന് കഴിയുന്ന ഒരു സംസ്ഥാനമായിട്ട് കൂടി ഛത്തീസ്ഗഡ് കൂടി മാറുകയാണ്. നേരത്തെ രാജസ്ഥാൻ അങ്ങനെ 2019 നിന്ന് വ്യത്യസ്തമായിട്ട് കോൺഗ്രസിന് നേട്ടമുണ്ടാക്കി വരാൻ പറ്റിയ ഒരു സംസ്ഥാനമായിരുന്നു. അതുപോലെ തന്നെ ഛത്തീസ്ഗഡും വരികയാണ്. ഇപ്പോൾ അപർണ കുറുപ്പ് കൂടി നമ്മളിപ്പോൾ ചേരുകയാണ്. അതിൽ അപർണ 163, 184 എന്നുള്ളതാണ്. ഇതിൽ ഈ തുടക്കത്തിൽ ഇന്ത്യ സഖ്യം മുന്നേറിയിരുന്നു. അതിന്റെ കാരണം തമിഴ്നാടും കേരളവും ഒക്കെ വന്നതുകൊണ്ടാണ്. അത് കഴിഞ്ഞ് ഈ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കർണാടകത്തിലേക്ക് വന്നപ്പോൾ തുടങ്ങി NDAയുടെ വരുമ്പോ ഛത്തീസ്ഗഡാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ പറഞ്ഞ പോലെ ഒരുപക്ഷെ ആ ഒരു സീറ്റ് എന്നുള്ളതിനപ്പുറത്തേക്ക് ഇന്ത്യ സഖ്യത്തിന് കൂടുതൽ മുൻതൂക്കം കിട്ടിയേക്കാം എന്ന തരത്തിലുള്ള ഒരു പോള് വരുന്നു. ഈ പറഞ്ഞ പോലെ ഇന്ത്യ ഹൃദയ ഭൂമിയിൽ നമ്മൾ ഈ കണ്ടുകൊണ്ടിരുന്ന ആ NDAയുടെ മുൻതൂക്കം ഒരല്പം ഇനി ഏത് തരത്തിലാണ് വരുന്നത്? ഇന്ത്യ മുന്നണിയിലേക്ക് കാറ്റ് മാറി വീശാനുള്ള സാധ്യതയുണ്ടോ? ആ തരത്തിലുള്ള സംസ്ഥാനങ്ങളൊക്കെ ഇനി പക്ഷേ എനിക്ക് അപർണ അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല. കാരണം നമ്മുടെ സർവേ ഫലങ്ങൾ അനുസരിച്ച് ഇനിയിപ്പോൾ ഡൽഹിയിലെ ഫലം വരേണ്ടതുണ്ട്, പഞ്ചാബ് പോലെയുള്ള സംസ്ഥാനങ്ങളിലെ ഫലം വരേണ്ടതുണ്ട്, ഒഡീഷ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ തെരഞ്ഞെടുപ്പ് ഫലം ആണ് ഇനി വരാനുള്ളത്. പക്ഷേ ആ സംസ്ഥാനങ്ങൾ പരിശോധിക്കുമ്പോഴും ഇന്ത്യ മുന്നണിക്ക് ഇനി കാര്യമായി സ്വാധീനം ചെലുത്താൻ സാധിക്കുന്ന, അല്ലെങ്കിൽ ഒരു മെജോറിറ്റി അപ്പർ ഹാൻഡിലേക്ക് പോകാൻ പറ്റുന്ന സംസ്ഥാനങ്ങൾ ഉണ്ടോ എന്നതാണ് എന്റെ സംശയം. കാരണം അവിടെ പല സംസ്ഥാനങ്ങളും 264 സീറ്റുകളിലെ ഫലം വരുമ്പോൾ 161 തൊട്ട് 184 വരെ എന്നുള്ള ഒരു സേഫർ കണക്കിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു NDA എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അത് സ്വാഭാവികമായിട്ടും ഇനിയിപ്പോ വരുന്ന സംസ്ഥാനങ്ങളാണെങ്കിൽ തന്നെ നമുക്ക് അറിയാം, ഉത്തർപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങൾ വരുന്നുണ്ട്. സ്വാഭാവികമായിട്ട് അത് ഏത് തരത്തിലായിരിക്കും ആ കാറ്റ് വീശുക എന്ന് ഏകദേശം ഒരു ഉറപ്പൊക്കെ ഉണ്ട്. അതെ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ മുന്നേറ്റം നടത്തിയ ഉത്തർപ്രദേശിൽ അടക്കം ഇത്തവണ BJPയെ സംബന്ധിച്ചിടത്തോളം അയോധ്യ ക്ഷേത്രം ഉണ്ടായിരുന്നു, പൗരത്വ നിയമം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉണ്ടായിരുന്നു, മുത്തലാഖ് പോലെയുള്ള വിഷയങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഉത്തർപ്രദേശിനെ തൂത്തുവാരേണ്ടത് എങ്ങനെയാണോ അതിനുവേണ്ട എല്ലാ തന്ത്രങ്ങളും BJP ഒരുക്കിയിരുന്നു. അതുകൊണ്ടാണ് ഒരു പക്ഷേ ഇനി എത്ര മണ്ഡലങ്ങൾ അല്ലെങ്കിൽ എത്ര സംസ്ഥാനങ്ങളിലാണ് ഇന്ത്യ മുന്നണിക്ക് പ്രതീക്ഷ അർപ്പിക്കേണ്ടത് എന്നതിൽ ഞാൻ സംശയം പ്രകടിപ്പിക്കുന്നത്. മാത്രവുമല്ല, ഈ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് ഇപ്പോൾ ഡൽഹിയിൽ അവിടെ വലിയ തോതിൽ ശക്തമായ ഒരു പോരാട്ടം നടത്താൻ ഇന്ത്യ മുന്നണിക്ക് സാധിച്ചു. പക്ഷേ അവിടെ സീറ്റുകളുടെ എണ്ണം വളരെ കുറവാണ്. അതാണ്. പക്ഷേ രാഷ്ട്രീയപരമായിട്ട് BJPയെ സംബന്ധിച്ചിടത്തോളം ഡൽഹിയിൽ ഒരു തിരിച്ചടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഡൽഹി തൊട്ടൊക്കെ നമ്മൾ ഇനി കടക്കാൻ പോവുകയാണ്. ഡൽഹിയിലൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു തിരിച്ചടി ഉണ്ടാവുകയാണെങ്കിൽ അത് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ക്ഷീണമുള്ള കാര്യമാണ്. പലതരത്തിലുള്ള രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ ഉണ്ടായ ഡൽഹി അടക്കമുള്ള സ്ഥലങ്ങളുണ്ട്. ബംഗാളിലേക്ക് നമ്മൾ ഇനി കടക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ബംഗാളിൽ അത് BJPക്ക് വലിയ രീതിയിലുള്ള ഒരു ഇമേജ് ഉണ്ടാക്കാൻ കഴിയാതിരുന്ന ഒരു സാഹചര്യമുണ്ട്. ഒപ്പം ഒഡീഷയുണ്ട്. ഒഡീഷ ഏത് തരത്തിലായിരിക്കും ചിന്തിക്കുക? ആ ഒരു മോദി പ്രഭാവം വർക്കൗട്ട് ആയോ എന്നുള്ള ചോദ്യമൊക്കെ ഉള്ള ഒരു സാഹചര്യമുണ്ട്. നവീൻ പട്നായിക്കിനെ പോലെയുള്ള ഒരു എക്സ്പീരിയൻസ്ഡായ രാഷ്ട്രീയക്കാരന് മോദി തന്നെ നിന്ന് നേരിടുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടിയുണ്ട്. അങ്ങനെ പല സംസ്ഥാനങ്ങളിലും വിഷയങ്ങൾ വ്യത്യസ്തമായിരുന്നു. രാജ്യം ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ പ്രാദേശികമായ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ട സംസ്ഥാനങ്ങളുണ്ട്. ആ സംസ്ഥാനങ്ങളിൽ പ്രാദേശികമായ വിഷയങ്ങളിൽ തന്നെ ഊന്നിക്കൊണ്ടാണ് BJPയും ക്യാമ്പയിൻ നടത്തിയത്, NDAയും ക്യാമ്പയിൻ നടത്തിയത്. നമ്മളോടൊപ്പം റോണി ഉൾപ്പെടെയുള്ള അതിഥികൾ തുടരുകയും ചെയ്യുന്നുണ്ട്. ശ്രീ കൃഷ്ണദാസും നമ്മളോടൊപ്പം തുടരുകയും ചെയ്യുന്നുണ്ട്. ശ്രീ കൃഷ്ണദാസ്, ഏറ്റവും ഒടുവിൽ ഏതാണ്ട് 161, 184 എന്ന തരത്തിലേക്ക് എത്തി നിൽക്കുകയാണ് ഞങ്ങളുടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ. ഇനിയിപ്പോൾ